മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം. കേസിൽ അറസ്റ്റിലായി നാളെ 3 മാസം തികയാനിരിക്കെയാണ് ജാമ്യം. കെജ്രിവാൾ നാളെ പുറത്തിറങ്ങും. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, എന്തായിരുന്നു കോടതിയിൽ നടന്നത്? അന്വേഷണ ഏജൻസിയുടെ വാദങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും കോടതി തള്ളുകയായിരുന്നു. എന്തൊക്കെയാണ് ഉപാധികൾ? പൂജ, ഇന്ന് വളരെ വലിയൊരു വാദം റോസ് അവന്യൂ കോടതിയിൽ അവധിക്കാല ബെഞ്ചിൽ നടന്നിരുന്നു. അവധിക്കാല ജഡ്ജിയായിട്ടുള്ള ന്യായ് ബിന്ദുവാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ചൊരു കാര്യമെന്ന് പറയുന്നത്, ഡൽഹി മുഖ്യമന്ത്രി എന്ന നിലയിൽ തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി, അത് നടത്താൻ വേണ്ടി അദ്ദേഹത്തിന് അനുവദിക്കണം. അത് ജയിലിനകത്ത് ഇരുന്നു കൊണ്ട് പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ അടക്കമാണ് നിലവിൽ ഇന്ന് അരവിന്ദ് കെജ്രിവാൾ പുതുതായിട്ട് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം. മറ്റൊരു കാര്യം, ഈ നേരത്തെ ഇടക്കാല ജാമ്യം നൽകിയ സമയത്ത് ആ ജാമ്യ കാലാവധി നീട്ടി നൽകണമെന്നുള്ള കാര്യം അടക്കം സുപ്രീം കോടതിയിൽ അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടിരുന്നു. ആ സമയത്ത് വിചാരണ കോടതിയെ സമീപിക്കൂ എന്നുള്ള കാര്യമായിരുന്നു സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിനോട് പറഞ്ഞത്. പിന്നീടാണ് അദ്ദേഹം റോസ് അവന്യൂ കോടതിയെ തന്നെ സമീപിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിലൊരു ഉത്തരവ് വരുന്നു. അരവിന്ദ് കെജ്രിവാളിന് പൂർണ്ണമായിട്ടും ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവ്, അതും PMLA കേസിൽ, അതായത് കള്ളപ്പണ ഇടപാട് കേസിലാണ് നിലവിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുന്നത്. ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിനെതിരെ ചുമത്തപ്പെട്ടിട്ടുള്ള കുറ്റവും ഈ PMLA കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കേസിൽ ജാമ്യം ലഭിക്കുന്നതോടെ അദ്ദേഹം പുറത്തിറങ്ങാൻ സാധിക്കും. നാളെ ആയിരിക്കും എന്തായാലും അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുക. കാരണം ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട്, ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ അത് പൂർത്തിയാക്കാറുണ്ട്. ഇന്ന് സമയം ലഭിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ സമയം പൂർണ്ണമായിട്ടും ഇല്ലാതിരുന്നതുകൊണ്ട് ചില നടപടിക്രമങ്ങൾ നാളത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് കോടതി. ഒപ്പം തന്നെ ഈ ജാമ്യത്തുകയായിട്ടുള്ള 1 ലക്ഷം രൂപയടക്കം നാളെയാണ് കെട്ടിവെക്കാൻ വേണ്ടി എന്തായാലും അരവിന്ദ് കെജ്രിവാളിനോട് ആവശ്യപ്പെട്ടത്. നാളെ തന്നെ അദ്ദേഹത്തിന് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടെ ഉണ്ടാകണമെന്നുള്ള കാര്യം കോടതിയിൽ ആവശ്യപ്പെടുന്നു. പക്ഷേ അതിലൊരു ഉത്തരവ് ഈ സമയം കുറവായതുകൊണ്ട് കോടതി പുറപ്പെടുവിച്ചിരുന്നില്ല. എന്തെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അദ്ദേഹം നാളെ വൈകിട്ടോടുകൂടി തന്നെ പുറത്തിറങ്ങുമെന്നുള്ള കാര്യമാണ് നിലവിൽ വ്യക്തമായിരിക്കുന്നത്. മാത്രമല്ല, ഈ ഉത്തരവ് പൂർണ്ണമായിട്ടും പുറത്തിറങ്ങണം. ആ ഉത്തരവ് പുറത്തിറങ്ങിയ ശേഷമായിരിക്കും ഉപാധികൾ, ഈ ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള ഉപാധികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം പുറത്തു വരാനായിട്ട്, വ്യക്തമാക്കാനായിട്ട് നിലവിൽ എന്തായാലും 1 ലക്ഷം രൂപയുടെ ജാമ്യത്തുക കെട്ടിവെക്കണം എന്നുള്ള കാര്യം തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിന് മുൻപാകെ വെച്ചിരിക്കുന്നത്. നാളെ അദ്ദേഹം ജയിലിലായിട്ട് 3 മാസം തികയുകയാണ്. മാർച്ച് 21-നായിരുന്നു അദ്ദേഹത്തിൻ്റെ അറസ്റ്റും പിന്നാലെ അദ്ദേഹം EDയുടെ കസ്റ്റഡിയിലാവുന്നതും. അതിനുശേഷം ഈ ജൂൺ 1 വരെ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണം അടക്കം അതിൽ വരാൻ വേണ്ടി ഒരു ഇടക്കാല ജാമ്യം ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ടും ജാമ്യം ആയി പുറത്ത് ഇറങ്ങാൻ പോവുകയാണ്.